ജോസഫ് നായ്ക്കർ സാറും നാരായണൻകുട്ടിയും കൂടി എൻ്റെ ക്ലിനിക്കിൽ വന്നിട്ട് ഡോക്ടറിന് അവിടെ വരെ വരണം, ഞങ്ങൾ ഡോക്ടറെ ആദരിക്കുന്നു പറഞ്ഞു. അത് അല്പം ഭയത്തോടു കൂടിയാണ് ഞാൻ കേട്ടത്. കാരണം ഇപ്പോൾ ഡോക്ടർമാരൊക്കെ എല്ലാവരും ആദരിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിച്ചു, സാറേ വേണോ? സാറിന് ഒന്നുകൂടെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ ഞാനൊരു ഗസ്റ്റായിട്ട് ഇവിടെ വരാം, നിങ്ങളുടെ ഒരാളായിട്ട്, നിങ്ങളുടെ ഒരു ഗസ്റ്റായിട്ട് ഞാൻ ഇവിടെ വരാം, അപ്പോൾ ആദരിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഈ നമ്മുടെ ഈ ഏരിയ, അതായത് എന്നോട് പറഞ്ഞു നമ്മുടെ പറമ്പാടി ലൈനിലാണ്. പറമ്പാടി ലൈൻ ഞാൻ മൈത്രി റെസിഡൻസ് എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഞാൻ പറമ്പാടി ലൈൻ അസോസിയേഷൻ എന്നാണ് മനസ്സിൽ ധരിച്ചിരുന്നത്. അപ്പോൾ പറമ്പാടി ലൈൻ എന്ന് പറയുമ്പോൾ എനിക്കൊരു ധൈര്യം മതി. കാരണം വർഷങ്ങളായിട്ട് ഈ പറമ്പാടി ലൈനിലുള്ള എല്ലാവരുമായിട്ട് പരിചയമാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വരുമ്പോൾ ആദ്യം കയറുന്ന പുഷ്കരശാന്തി, അത് കഴിയുമ്പോൾ നമുക്കിപ്പോൾ അവിടെ ഇല്ല, നമ്പേരി സാറിൻ്റെ വീടായിരുന്നു. നമ്പേരി സാറിൻ്റെ വീട്ടിലൊക്കെ ആഴ്ചയിൽ 1-2 പ്രാവശ്യം വെച്ച് ഒരു 10-40 വർഷങ്ങൾക്ക് മുൻപ് സ്ഥിരം വന്നിരുന്നു. ഇപ്പോഴും നമ്പേരി സാറിൻ്റെ മകളല്ല മരുമകൾ എപ്പോഴും അവിടെ വരും, ഞങ്ങളായിട്ട് കൂടും. സാറിൻ്റെ മകനും ഒക്കെ വരും. നമ്മുടെ ജഗദീശൻ സാറ്, ശ്രീമതി ജഗദീശൻ സാർ, പിന്നെ നാരായണൻകുട്ടി, അതിനപ്പുറത്ത് മാനാടൻ ജോർജ് ചേട്ടൻ, പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന നമ്മളുടെ ടീച്ചറും അല്ല പാലക്കാട് മാലതി ടീച്ചറും അച്ഛൻ സാറും, പിന്നെ ഇങ്ങോട്ട് ജയശ്രീ ടീച്ചറും വത്സ ടീച്ചറും. അപ്പോൾ ജയശ്രീ ടീച്ചറിൻ്റെ വീട്ടിൽ ഇതുപോലെ വർഷങ്ങളോളം ഞാൻ സ്ഥിരം വരുമായിരുന്നു. അവിടെ വന്നിരുന്ന് മിക്കവാറും ജയശ്രീ ടീച്ചറിൻ്റെ അമ്മ ഒരു പാട്ട് പാടി വരും. ഞങ്ങൾ കൂടെ വരുന്ന ചില ഡോക്ടർമാരും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പാട്ട് പാടും. അപ്പോൾ പാട്ടൊക്കെ പാടിയാണ് അവിടെ നിന്ന് പിരിയുന്നത്. അതൊരു വലിയൊരു അനുഭവമായിരുന്നു. കാരണം പിന്നീട് എൻ്റെ ഒപ്പം വന്ന ആ ഡോക്ടർമാർ പലരും പറയും, ആ പാട്ട് പാടുന്ന എന്ത് നന്നായിട്ട് പാടി. ഞാൻ പറഞ്ഞു, എന്ത് നന്നായിട്ട് പാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മക്കളും കൊച്ചുമക്കളൊക്കെ പാടുന്നത് ആരാണെന്നെല്ലാം അവരറിഞ്ഞപ്പോൾ അപ്പോഴവർക്ക് അയ്യോ അതാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ അതുപോലെ ഒരുപാട് ബന്ധങ്ങളുള്ള ഒരു ഏരിയയാണ് എനിക്കത്. പിന്നെ അതുപോലെ തന്നെ അങ്ങോട്ട് അറ്റത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരു കുമാരമേനോൻ സാറുണ്ടായിരുന്നു, ഇല്ലേ? സാറ് ഇപ്പോൾ ഇല്ല. കുമാരമേനോൻ സാറ്, സുമാരൻ സാറ്, വർഷങ്ങളോളം അവിടുത്തെ അമ്മയ്ക്ക് ഇതുവരെ വിസിറ്റ് ചെയ്യുന്നപ്പോഴും സ്ഥിരമായിട്ട് വന്നിരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഈ ഏരിയയിൽ സ്ഥിരമായിട്ട് വരുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ ഏതായാലും ആദരിക്കുന്നതിന് ധൈര്യം വരും ഇവിടെ വന്നത്. പിന്നെ അതിപ്പോൾ ഏതായാലും ഇങ്ങനെ ഒരു ആദരവിന് വേണ്ടി എന്നെ ക്ഷണിച്ച നിങ്ങളെല്ലാവർക്കും ആദ്യമായി ഞാൻ ഹൃദയമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇത്തരം ഒരു ഫംഗ്ഷനിലേക്ക് ക്ഷണിക്കുകയും നിങ്ങളെയൊക്കെ ഇത്രയേറെ കാണാനും പരിചയപ്പെടാനും ഒരവസരം, എല്ലാവരെയും അറിയാമെങ്കിൽ കൂടിയും ഒരവസരം തന്നതിൽ ഞാൻ എൻ്റെ ഭാരവാഹികളോട് എൻ്റെ ഹൃദയത്തിൽ നന്ദി പറയുകയാണ്. നമ്മൾ ക്രിസ്മസ് നവവത്സരക്കാലമാണ്. ഒരുപാട് പ്രതീക്ഷകളുമായി പുതുവർഷത്തെ നമ്മളെല്ലാവരും വരവേറ്റുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നവവത്സര കാലത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയംഗമായ ഒരു നല്ല നവവത്സരാശംസകൾ, ക്രിസ്മസ് നവവത്സരാശംസകൾ ഞാൻ അർപ്പിക്കുകയാണ്. എനിക്ക് എൻ്റെ നവവത്സരാശംസകൾ എന്ന് പറയുന്നത് രോഗവും ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് ഹെൽത്ത് ഈസ് വെൽത്ത്. നമുക്ക് എത്ര കണ്ട് തന്നെ നമ്മളുടെ കോടികൾ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലുണ്ടെങ്കിലും നമുക്കൊന്നും പുറത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നമുക്ക് കഴിയില്ലെങ്കിൽ ആ പൈസ കൊണ്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ ആരോഗ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. അതുതന്നെയാണ് ധർമാർത്ഥ കാമമോക്ഷാണാം ആരോഗ്യം മൂലമുത്തമം. നമുക്ക് ഒരു കുഞ്ഞുകുട്ടി ഇഴഞ്ഞു കിടക്കണമെങ്കിൽ അവന് ആരോഗ്യം വേണം. ഒരു കൊച്ചുകുട്ടിക്ക്, ഒരു മുതിർന്ന കുട്ടി അവന് പഠിക്കണമെങ്കിലും കളിക്കണമെങ്കിലും ആരോഗ്യം വേണം. അതൊരു ഗൃഹസ്ഥനാണെങ്കിൽ അവൻ്റെ കുടുംബജീവിതത്തിന് ആരോഗ്യം വേണം. ഒരു വാർദ്ധക്യത്തിലായാലും ആരോഗ്യം വേണം. അപ്പോൾ എല്ലാവർക്കും ആരോഗ്യം നമുക്ക് അത്യാവശ്യമായൊരു ഘടകമാണ്. അപ്പോൾ ആരോഗ്യം എങ്ങനെയാണ് നമ്മൾ പ്രയോഗിക്കുന്നത്? ആരോഗ്യം നമ്മളുണ്ടാകുന്നതെങ്കിൽ നമ്മൾ ചില ദിനചര്യകൾ, ചില ചിട്ടകൾ എല്ലാം ജീവിതത്തിൽ നമ്മൾ പാലിക്കണം. ഒന്നാമതായിട്ടുള്ള നമ്മുടെ ആഹാരത്തിൻ്റെ കാര്യമാണ്. ഇന്ന് നമ്മൾ കാണുന്നത് എല്ലാവരും കൊച്ചു കുട്ടികൾ വരെയാണെങ്കിലും മന്തി തിന്നാമോ ഡോക്ടറെ എന്ന് ചോദിക്കും.
ചിലപ്പോൾ ഛർദിയും വയറിളക്കം ആയിട്ട് വന്ന കൊച്ചായിരിക്കും. ആ കൊച്ചാണെങ്കിൽ മന്തി വേണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ബിരിയാണി, മന്തി ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു ഫാസ്റ്റ് ഫുഡ് അങ്ങനെയുള്ള ഭക്ഷണങ്ങളുമാണ് ഇന്ന് നമുക്ക് ഈ അസുഖം ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുക്കൾ. നമ്മളുണ്ടാക്കുന്ന ആഹാരങ്ങൾ കഴിക്കുക, അത് ഒരു മിതമായിട്ടും ആവശ്യാനുസരണവും കഴിക്കുക. പിന്നെ ഒരു ചെറിയ എക്സർസൈസ് എല്ലാ ദിവസവും കഴിയുന്നതും കുറച്ച് സമയം എക്സർസൈസിന് വേണ്ടി മാറ്റി വയ്ക്കുക. പിന്നെ ഭക്ഷണ കാര്യത്തിൽ ഒരു മിതത്വം വളരെ അത്യാവശ്യമാണ്. പിന്നെ എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഉദാഹരണത്തിന് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രഷർ ഉണ്ടെങ്കിൽ അത് നോക്കി അതിന് അത്യാവശ്യമായ ചില മരുന്നുകൾ 2-3 മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ അത് കൺട്രോൾഡായിട്ട് നിൽക്കാൻ പറ്റും. പക്ഷെ അത് കൺട്രോൾഡ് അല്ലാതെ ആകുമ്പോഴാണ് ചിലപ്പോൾ സ്ട്രോക്കോ മറ്റു കാര്യങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ അത് കൂടുതൽ സങ്കീർണമാകാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഷുഗർ നമുക്ക് ഇൻസുലിനോ അല്ലെങ്കിൽ ഗുളികളോ കഴിച്ചാൽ മാറും. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കാതെ വരുമ്പോഴാണ് പലപ്പോഴും പല അവയവങ്ങൾ മുറിക്കുന്നവരെ എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഇതിനകത്ത് കൂടുതൽ കൂടുതൽ ദീർഘിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ ഇവിടെ നമ്മൾ ജോസഫ് അനക്ക് സാറുണ്ട്. സാറിന് എന്തെങ്കിലും ഒരു വാക്ക് സാറിനോട് പറയാതെ എനിക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല. കാരണം സാർ എത്ര നോവൽ എഴുതിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ എന്തോ ഒരെണ്ണത്തിന്റെ പേര് പറയാമോ? സാറൊരു പ്രശസ്ത ഒരു നോവലിസ്റ്റാണ്, ചെറുകഥാകൃത്താണ്, പ്രബന്ധകാരനാണ്. പിന്നെ അതുകൂടാതെ തന്നെ വലിയ ഒരു അധ്യാപകനാണ്. അതിലൊക്കെ ഏറെ അനുഗ്രഹീതനായൊരു ചിത്രകാരൻ കൂടിയാണ് സാറ്. ഇത്രയേറെ മഹത്തായ ഒരു വ്യക്തി നമ്മുടെ അടുത്തിരിക്കുമ്പോൾ നമ്മളതൊന്നും പറയാതെ കടന്നു പോകുമ്പോൾ അതൊരു പോരായ്മയാണ്. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അപ്പോൾ സാറിൻ്റെ തന്നെ ഏകദേശം 7 നോവലുകളാണ് സാർ എഴുതിയിട്ടുള്ളത്, നോവലായിട്ട് അല്ലേ? ശരിയല്ലേ? ഏകദേശം 7 നോവൽ. അതിൽ കടൽക്കാക്കകൾ എന്നുള്ളൊരു നോവലുണ്ട്. കടൽക്കാക്കകൾ ഞാൻ 2-3 പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. ഈ കടൽക്കാക്കകൾ എന്ന് പറയുന്നത് ഒരു ദേശത്തിൻ്റെ കഥയാണ്. അതായത് മുനമ്പം പള്ളിപ്പുറം ദേശത്ത് എങ്ങനെയാണ് ആളുകൾ ജീവിച്ചിരുന്നത്, ഇപ്പം എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ കടൽക്കാക്കകൾ എടുത്ത് വായിച്ചാൽ മതി. അത് യന്ത്രവൽകൃത മത്സ്യബന്ധനത്തിന് ശേഷവും അതിന് മുൻപുള്ള ജീവിതം, കുടിലുകളിൽ ജീവിച്ചിരുന്ന ആളുകൾ, അതുപോലെ തന്നെ ഇപ്പോൾ വലിയ മണിമന്ദിരങ്ങൾ ജീവിക്കുന്ന ആളുകൾ, ഇവരുടെ ജീവിതത്തിൽ വന്ന വ്യത്യാസം, ഇതെല്ലാം സാറൊരു ആർട്ടിസ്റ്റാൻ്റെ ഒരു ചിത്രം പോലെ സാറത് വരച്ചു വെച്ചിട്ടുണ്ട്. അത്രയും മനോഹരമായിട്ട് ഇപ്പോൾ നിങ്ങൾക്കൊരിക്കൽ വേണമെങ്കിൽ OV വിജയൻ സാറിൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസമോ അല്ലെങ്കിൽ പുനത്തിൽ കുഞ്ഞബ്ദുളുടെ സ്മാരക ശിലകളോ അല്ലെങ്കിൽ OV മുകുന്ദൻ്റെ നോവലുകളോ ഒക്കെ വായിക്കുന്ന മാതിരിയുള്ള അതുപോലെ തന്നെയാണ് അതിലും ബൃഹത്തായിട്ട് നന്നായിട്ട് സാറിൻ്റെ ലേഖനങ്ങൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. നോവൽ രചനകൾ നടത്തിയിട്ടുള്ള ഒരു നോവലിസ്റ്റാണ് നമ്മളുടെ കൂടെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥയുണ്ട്. അതായത് ഒരു ഒഴിഞ്ഞു പോകാത്ത പൂച്ച, അല്ലേ? അതൊരു മനഃശാസ്ത്ര ലേഖനമായൊരു കഥയാണ്. ഒരാൾ ഒരുപാട് ജീവിതത്തിൽ പല കാര്യങ്ങൾ ചെയ്തു പോകും. പക്ഷെ എപ്പോഴെങ്കിലും ഒരു അധർമ്മം, ഒരു തെറ്റ് ചെയ്താൽ അവിടെ ഒരു പൂച്ച പ്രത്യക്ഷപ്പെടും. ഈ പൂച്ച അവിടെ വന്ന് കണ്ടും കുറച്ചേറെ ആൾ നോക്കിയിരിക്കും. അപ്പോൾ ആ പൂച്ച എന്ന് പറയുന്ന എന്താണ് സങ്കല്പം? അത് നമ്മളുടെ ആ മാനസികമായ അതാണ്. മനസ്സിൽ നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ പൂച്ച വരും. അപ്പോൾ അത് രസമുള്ളൊരു കഥയാണ് സാറിൻ്റെ. അത് കഥാസമാഹാരത്തിലല്ലേ ഉള്ളത്. അതുപോലെ തന്നെ സാറിൻ്റെ ചുവന്ന പ്രഭാതം, മുറിവുകൾ, സ്വപ്നങ്ങൾ, തേടുന്നവർ, നഷ്ടപ്പെടുന്നവർ, കൃഷ്ണപ്പരുന്തിൻ്റെ വിലാപം, കല്ലുടക്കുന്നവർ, ഉപ്പുകാറ്റ്, ഒഴിഞ്ഞു പോകാത്ത പൂച്ച. ഈ ഉപ്പുകാറ്റ് എന്ന് പറയുന്നത് തന്നെ നമ്മളുടെ ഇപ്പോഴത്തെ സാമൂഹിക പ്രസക്തിയുള്ള ഒരു സംഗതിയാണ്. നമ്മൾ ഈ റിസോർട്ടുകളുടെ മറവിൽ ഈ ആയുർവേദ ചികിത്സ എന്നൊക്കെ പറഞ്ഞ് നടത്തുന്ന പല കാര്യങ്ങളെപ്പറ്റി സാർ ഒരു വിമർശനാത്മകമായി അതിനെ മനസ്സിലാക്കുകയും ചിത്രീകരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു പ്രബന്ധം പോലെയാണ്, അല്ലേ? ഇന്നത്തെ അവസ്ഥ അത് ആയുർവേദ മാസികകളുണ്ട്, ആയുർവേദ ചികിത്സകൾ ചെയ്യുന്നതിനെയൊക്കെ പറ്റി. അപ്പോൾ ഒരുപാട് ഒരു നിരൂപണ വിധേയമായി നമ്മൾ സംസ്കൃത സമൂഹത്തെ കാണുകയും അതിനെ വളരെ ആരോഗ്യകരമായ അതിൻ്റെ പ്രവർത്തനങ്ങളിലോട്ട് മുന്നോട്ട് പോകുന്നതിന് നല്ല പ്രവർത്തനം ചെയ്യുന്ന സാറാണ്. പിന്നെ സാറിൻ്റെതായ ഒരുപാട് ബാലസാഹിത്യകൃതികളുണ്ട്. നീലപ്പക്ഷിയുടെ പാട്ട്, ഇണ്ടനും ഇണ്ടി, മാണിക്യൻ,
അഴകി കുറുനരി ഇങ്ങനെയുള്ള വാക്കുകൾ. പിന്നെ സാറിന് ഈ കുങ്കുമം അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഈ കുങ്കുമം അവാർഡ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംസ്ഥാന അവാർഡിന് തുല്യമായിരുന്നു കുങ്കുമം അവാർഡ്. പിന്നെ ബാലസാഹിത്യത്തിനുള്ള സംസ്ഥാന അവാർഡ് അല്ലേ, ബാലസാഹിത്യത്തിനുള്ള സംസ്ഥാന അവാർഡ്, കുടുംബദീപം അവാർഡ്, ദർശന അവാർഡ്, ഇങ്ങനെ ഒരുപാട് അവാർഡുകളൊക്കെ നേടിയിട്ടുള്ള ശരിക്കും സമാജത്തിനായ ആദരിക്കപ്പെടേണ്ട വ്യക്തികളുടെ അടുത്തിരിക്കുമ്പോഴാണ് ഞാൻ ഈ ആദരവ് ഏറ്റുവാങ്ങാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ നിരൂപിക്കുന്നില്ല. ജോസഫ് സാറിനെ കുറിച്ച് എനിക്ക് സാറിൻ്റെ ഫാദറായിട്ട് അപ്പനായിട്ടാണ് എനിക്ക് ആദ്യം പരിചയം. എൻ്റെ അച്ഛൻ്റെ ഒരു സുഹൃത്തായിരുന്നു ഡൊമിനിക് അങ്കിൾ. അപ്പോൾ അച്ഛനെ കാണാൻ വേണ്ടി ഡൊമിനിക് അങ്കിൾ വൈദ്യശാലയിൽ വരുമ്പോൾ ഈ അങ്കിളിങ്ങനെ മൂന്നാറിലായിരുന്നു. മൂന്നാറിലെ കഥകളൊക്കെ പറഞ്ഞുതരും. ഈ മൂന്നാറിൽ ഭയങ്കര തണുപ്പാണ്, അവിടുത്തെ കാലാവസ്ഥ, ഇതൊക്കെ പറഞ്ഞുതരും. അപ്പോൾ വളരെ ചെറുതായിരുന്ന പ്രായത്തിൽ ഞാൻ ഇതൊക്കെ കേട്ടിരിക്കും. അങ്ങനെയാണ് പിന്നീടാണ് ഞാൻ സാറിനെ പരിചയപ്പെട്ടത്. ശരി, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു യോഗത്തിന് വിളിച്ചതിൽ നിങ്ങളെ നന്ദി ഒരിക്കൽ കൂടി പറയുന്നു.